നമസ്കാരം. ടോപ് 10ലേക്ക് സ്വാഗതം. 10 വർഷങ്ങൾക്ക് ശേഷം അധികാരത്തിൽ തിരിച്ചെത്താൻ കോൺഗ്രസ് തന്ത്രങ്ങൾ മെനയുമ്പോൾ അതിന് തടയിടാനുള്ള ശ്രമത്തിലാണ് CPM. പുനർജനിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരെ CBI അന്വേഷണത്തിനുള്ള വിജിലൻസിന്റെ ശുപാർശ രാഷ്ട്രീയ സ്റ്റണ്ടാണെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. VD സതീഷിനെതിരെ പുനർജനിയിൽ തെളിവില്ലെന്ന് പറഞ്ഞ വിജിലൻസ് ആണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഓരോ ചുവടിലും ജാഗ്രതയോടെ നീങ്ങാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഒരു സാഹചര്യത്തിലും എതിരാളികൾക്ക് അടിക്കാൻ വടി കൊടുക്കരുതെന്ന മുന്നറിയിപ്പാണ് വയനാട്ടിലെ ലക്ഷ്യ ക്യാമ്പിലൂടെ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. സ്ഥാനാർത്ഥികളെ ഉടൻ തീരുമാനിച്ച് കേരള യാത്രയിൽ അവരെ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. പ്രതീക്ഷയുള്ള 35 നിയമസഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പിൽ സജീവമാകാൻ BJPയും തയ്യാറെടുത്തു കഴിഞ്ഞു. സമഗ്രമായ വാർത്തകളിലേക്ക് വരാം. ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ. VD സതീശൻ ഉൾപ്പെട്ട പുനർജനി കേസ് CBI അന്വേഷിക്കണമെന്ന് വിജിലൻസ് ശുപാർശ. അനുമതിയില്ലാതെയുള്ള വിദേശയാത്രയിലും വിദേശ ഫണ്ടിലെ ക്രമക്കേടിലും അന്വേഷണം വേണമെന്ന ആവശ്യം. നീക്കം 1 വർഷം മുൻപ് ഫെമ നിയമപ്രകാരം തെളിവില്ലെന്ന് വിജിലൻസ് റിപ്പോർട്ട് നൽകിയ കേസിൽ തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടെന്ന് കോൺഗ്രസ്. നിയമപരമായി നിലനിൽക്കില്ലെന്ന് VD സതീശൻ. നിയമ നടപടികൾ ഉണ്ടാകുമെന്ന് നിയമമന്ത്രി P. രാജീവ്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് തന്ത്രങ്ങൾ ഒരുക്കി കോൺഗ്രസ് ശില്പശാല. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രകാരം 85 സീറ്റ് വരെ ലഭിക്കാമെന്ന് വിലയിരുത്തൽ. അടുത്ത മാസം സ്ഥാനാർത്ഥി പ്രഖ്യാപനം. സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തരുതെന്ന് മുന്നറിയിപ്പ്. കൊച്ചി മേയർ വിഷയത്തിൽ KPCC മാനദണ്ഡം ലംഘിച്ചുവെന്ന വിമർശനവുമായി ദീപ്തി മേരി വർഗീസ്. കോൺഗ്രസിന്റെ ദ്വിദിന ശില്പശാല വയനാട്ടിൽ. തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ഒരു പടി കൂടി കടന്ന് BJP. 35 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കും. കഴക്കൂട്ടത്ത് മുരളീധരനും കായംകുളത്ത് ശോഭയും നേമത്ത് രാജീവ് ചന്ദ്രശേഖറും മത്സരിച്ചേക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വോട്ട് നേടാനായില്ലെന്നും ഹിന്ദു വോട്ടുകൾ നഷ്ടമായെന്നും BJP വിലയിരുത്തൽ. ലീഗുമായി ഏറ്റുമുട്ടുന്ന വെള്ളാപ്പള്ളി നടേശനെ നേരിൽ കണ്ട് പ്രകാശ് ജാവദേക്കർ. അമിത്ഷാ 11-നെത്തും. മുൻമന്ത്രി ആന്റണി രാജുവിനെ കോടതി ശിക്ഷിച്ചതോടെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം ഏറ്റെടുക്കാനൊരുങ്ങി CPM. മേൽക്കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങി അയോഗ്യത നീക്കി മത്സരിക്കാനുള്ള ശ്രമവുമായി ആന്റണി രാജു. ലത്തീൻ സഭയുടെ പിന്തുണ ഉറപ്പാക്കി CPMുമായി ചർച്ച നടത്താനും നീക്കം. മണ്ഡലം പിടിക്കാൻ KS ശബരിനാഥിനെയോ VS ശിവകുമാറിനെയോ CP ജോണിനെയോ കളത്തിലിറക്കാൻ കോൺഗ്രസ് നീക്കം. സാധാരണക്കാരന്റെ ജീവിത പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടാകും 2ാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതടക്കം ജനക്ഷേമ പദ്ധതികൾ തടസ്സപ്പെടുത്താൻ കേന്ദ്ര നീക്കമെന്ന ആരോപണം. ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി രാജ്യം മാറിയെന്ന പ്രഖ്യാപനം തള്ളി ധനമന്ത്രി. രാജ്യമേറെ മോശപ്പെട്ട അവസ്ഥയിലെന്നും അമൃത TVയുടെ വാക്ക് മറുവാക്കിൽ KN ബാലഗോപാൽ. വെനസ്വേലയിലെ രാഷ്ട്രീയ സാഹചര്യത്തിലും സംഘർഷങ്ങളിലും ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം. ന്യൂയോർക്ക് ജയിലിൽ കഴിയുന്ന വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയുടെ ചിത്രം പുറത്തുവിട്ട അമേരിക്ക. പതറാതെ ജയിലിൽ. ഉദ്യോഗസ്ഥർക്കിടയിൽ പുഞ്ചിരിയുമായി മദൂറോ. അധികാര കൈമാറ്റം പൂർത്തിയാകും വരെ വെനസ്വേല അമേരിക്ക ഭരിക്കുമെന്ന് ട്രംപ്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് സ്ഥലത്ത് തീപിടുത്തമുണ്ടായത് ഇലക്ട്രിക്കൽ ലൈനിൽ നിന്നും തീപ്പൊരി വീണതെന്ന് പ്രാഥമിക നിഗമനം. ഇന്ന് രാവിലെ ഉണ്ടായ തീപിടുത്തത്തിൽ കത്തിയത് 500-ലേറെ ബൈക്കുകളും പാളത്തിൽ കിടന്ന ട്രെയിൻ എഞ്ചിനും. വൻ സുരക്ഷാ വീഴ്ചയെന്ന് പരാതി. മൂവാറ്റുപുഴ കടാതിപ്പള്ളിയിൽ കതിന പൊട്ടിച്ച് 1 മരണം, ഒരാൾക്ക് ഗുരുതര പരിക്ക്. പള്ളി അധികാരികൾക്കെതിരെ കേസ്. T20 ലോകകപ്പിൽ ബംഗ്ലാദേശിന്റെ മത്സരങ്ങൾ ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്ന ആവശ്യം തള്ളി BCCI. ഒരു ടീമിന്റെ ഇഷ്ടത്തിനനുസരിച്ച് മത്സരക്രമം മാറ്റാൻ പറ്റില്ലെന്ന് വിശദീകരണം. സുരക്ഷ ചൂണ്ടിക്കാട്ടിയുള്ള ബംഗ്ലാദേശിന്റെ ആവശ്യം IPLൽ നിന്നും മുസ്തഫിസൂർ റഹ്മാനെ ഒഴിവാക്കിയതിനു പിന്നാലെ.
രാഹുൽ ഈശ്വറിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ പരാതിക്കാരി രംഗത്ത്. ജാമ്യ വ്യവസ്ഥ ലംഘിച്ചെന്ന് പരാതി. ജാമ്യത്തിലിറങ്ങി സൈബർ ആക്രമണത്തിന് സാഹചര്യമൊരുക്കി അവഹേളിച്ചുവെന്ന് യുവതി. പരാതി സൈബർ പോലീസിന് കൈമാറി. വ്യാജ പരാതി കൊടുത്ത് ആരെയും കൊടുക്കാമെന്ന അവസ്ഥ മാറണമെന്നും ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിട്ടില്ലെന്നും രാഹുൽ ഈശ്വർ. സ്റ്റോറി ഓഫ് ദ ഡേ. അവധിക്കാലത്തെ ഈ ജോലി ആനന്ദകരം. വാർത്തകൾ വിശദമായി നോക്കാം. പുനർജനി കേസ് പുതിയ കേസല്ല. പക്ഷേ ഇന്ന് വാർത്തകളിൽ പുനർജനി നിറഞ്ഞു നിന്നു. പ്രളയത്തിന് ശേഷം വീടുകൾ വെച്ചു നൽകാനും തൊഴിൽ ഉപകരണങ്ങൾ വാങ്ങി നൽകാനുമായി വിദേശത്ത് നിന്നും അടക്കം സഹായം തേടിയ VD സതീശന്റെ സ്വന്തം പദ്ധതിയാണ് പുനർജനി. ഇപ്പോൾ വിജിലൻസിന്റെ നിർണായക നീക്കത്തിൽ വീണ്ടും ചർച്ചയാകുകയാണ് പുനർജനി പദ്ധതി. പദ്ധതിക്കായി വിദേശ ഫണ്ട് പിരിച്ചത് CBI അന്വേഷിക്കണമെന്ന് വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഭവന നിർമ്മാണ പദ്ധതിയുടെ പേരിൽ അനധികൃത പണപ്പിരിവ് നടത്തിയെന്നും വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത്. വിജിലൻസിന്റെ മുൻ മേധാവിയായിരുന്ന യോഗേഷ് ഗുപ്ത കഴിഞ്ഞ ഫെബ്രുവരിയിൽ സമർപ്പിച്ച റിപ്പോർട്ടാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. പക്ഷേ VD സതീഷിന് അനുകൂലമാണ് വിജിലൻസിന്റെയൊക്കെ റിപ്പോർട്ട്. കേസ് നിലനിൽക്കില്ല എന്നാണ് വിജിലൻസ് വ്യക്തമാക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിലാണ് പുനർജനി വീണ്ടും പുനർജനിച്ചത് എന്നത് ഏറെ ശ്രദ്ധേയം. 2018 പ്രളയത്തിന് ശേഷം തന്റെ മണ്ഡലമായ പറവൂരിൽ VD സതീശൻ നടപ്പാക്കിയ പുനരധിവാസ പദ്ധതിയാണ് പുനർജനി. ഇതിന്റെ ഭാഗമായി വിദേശത്ത് പോയി ഫണ്ട് സമാഹരണം നടത്തിയതിലെ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടിയാണ് അന്ന് പരാതി ഉയർന്നത്. സ്വകാര്യ സന്ദർശനത്തിനായി വിദേശത്ത് പോകാൻ കേന്ദ്രത്തിൽ നിന്ന് അനുവാദം വാങ്ങുകയും പിന്നീട് ഓസ്ട്രേലിയയിൽ വിവിധയിടങ്ങളിൽ ഫണ്ട് സമാഹരണം നടത്തി പ്രസംഗിക്കുകയും ചെയ്ത വീഡിയോ ക്ലിപ്പുകൾ ഉയർത്തിക്കാട്ടിയാണ് VD സതീശനെതിരെ ആരോപണമുയർന്നത്. അന്ന് വിജിലൻസ് അന്വേഷണം നടത്തി വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചിട്ടില്ല എന്നും സമാഹരിച്ച ഫണ്ട് മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിട്ടില്ല എന്നും കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് അന്വേഷണം അവസാനിപ്പിച്ചെങ്കിലും വിജിലൻസിന്റെ മുൻ മേധാവിയായിരുന്ന യോഗേഷ് ഗുപ്ത വീണ്ടും കേസ് അന്വേഷിച്ചപ്പോഴാണ് ഫെമ നിയമത്തിന്റെ ലംഘനം നടന്നതായി കണ്ടെത്തുകയും ഇതിൽ CBI അന്വേഷണം വേണമെന്ന് ശുപാർശ നൽകുകയും ചെയ്തത്. ഫെബ്രുവരിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ സർക്കാർ നിയമോപദേശം തേടിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് നാളുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് പ്രതിപക്ഷ നേതാവിനെതിരായ വിജിലൻസ് റിപ്പോർട്ട് ചർച്ചയാകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഭരണമുന്നണി പ്രതിരോധത്തിലാകുകയും ചെയ്യുമ്പോഴാണ് പ്രതിപക്ഷ നേതാവിനെതിരായ പുനർജനി കേസ് വീണ്ടും തലപൊക്കുന്നത്. 20-ന് നിയമസഭാ സമ്മേളനം ചേരാനിരിക്കെ പുനർജനി കേസ് ചൂടേറിയ വാദപ്രതിവാദങ്ങൾക്ക് വിഷയമാകുകയും ചെയ്യും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പുനർജനി കേസിൽ VD സതീഷിനെതിരായ വിജിലൻസിന്റെ ശുപാർശയിൽ പ്രതികരണങ്ങളുമായി നേതാക്കളും ഇതിനോടകം രംഗത്തെത്തി. വിജിലൻസ് അന്വേഷിച്ച് നിലനിൽക്കില്ലെന്ന് റിപ്പോർട്ട് നൽകിയ കേസാണിതെന്ന് VD സതീശൻ പ്രതികരിച്ചു. കേസിൽ ഗവൺമെന്റ് എന്ത് തീരുമാനമെടുക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത് പറയാൻ പറ്റൂവെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നിലപാട്. രാഷ്ട്രീയമായും നിയമപരമായും കേസിനെ നേരിടുമെന്നും വിദേശ സംഭാവന ചട്ടം ലംഘിച്ചുവെങ്കിൽ CBI അന്വേഷിക്കട്ടെയെന്നും തിരഞ്ഞെടുപ്പായതുകൊണ്ടാണ് ഇപ്പോൾ ഇതുമായി വന്നിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. ഭയങ്കര കുഴപ്പം പിടിച്ച എന്തെങ്കിലും ഫൈൻഡിങ് ഉണ്ടെങ്കിൽ MV ഗോവിന്ദൻ പറഞ്ഞവരെ CBIക്ക് വിടട്ടെ, CBI അന്വേഷിക്കട്ടെ. ഞാൻ FCRI വകുപ്പിന്റെ ലംഘനം നടത്തിയിട്ടുണ്ടെന്ന് ഒന്ന് പറഞ്ഞേക്ക്, ഞാൻ പേടിച്ചു എന്ന് പറഞ്ഞു. വിദേശത്ത് പോയി പ്രത്യേക യോഗം വിളിച്ചു ചേർത്ത് പണം സ്വരൂപിക്കുകയും കേരളത്തിലേക്ക് പണം എത്തിക്കുകയും ചെയ്തു എന്നതാണ് പുനർജനി കേസിന്റെ അടിസ്ഥാനമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. വിദേശത്ത് പോയി പ്രത്യേക യോഗം വിളിച്ചു ചേർത്ത് പണം സ്വരൂപിച്ച് ആ പണത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഈ കേസിൻ്റെ അടിസ്ഥാനം. ആ കേസിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് എന്താണോ നിയമപരമായിട്ട് തീരുമാനിക്കുന്നത് ആ തീരുമാനം എടുക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പുനർജനി വിവാദത്തിൽ മാധ്യമങ്ങളിലെ വാർത്തയാണ് തനിക്ക് അറിയാവുന്നതെന്നായിരുന്നു മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രതികരണം. പ്രതിപക്ഷ നേതാവിനെതിരെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് തമാശയായി കാണാൻ കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു. എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ വേണ്ടി പറ്റില്ല. ഒരു സമയത്ത് പിടി വീഴുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത്രമാത്രം പറയാം. പ്രതിപക്ഷ നേതാവിനെതിരായ വിജിലൻസ് ശുപാർശയിൽ നിയമപരമായ നടപടികൾ മാത്രമാണ് സർക്കാർ കൈക്കൊള്ളുകയെന്ന് മന്ത്രി P രാജീവ് വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് ടൈമിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നത് UDFന്റെ അനുഭവത്തിൽ നിന്നാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. LDF നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് സ്വതന്ത്രമായ അന്വേഷണമാണ് എല്ലാ കാര്യങ്ങളിലും സ്വീകരിക്കുന്നത്. ഇത് സംബന്ധിച്ച്
ഔദ്യോഗികമായി പ്രതികരിക്കാവുന്ന ഒരു ഘട്ടമായിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. വി.ഡി. സതീശന് പിന്തുണയുമായി പി.വി. അൻവർ രംഗത്തെത്തി. പ്രതിപക്ഷത്തിനെതിരെ മുഖ്യമന്ത്രി വൈരാഗ്യബുദ്ധിയോടെ നീങ്ങുന്നുവെന്നായിരുന്നു അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇത് ജനം വിലയിരുത്തുമെന്നും തിരിച്ചടി വരുന്ന തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്നും അൻവർ വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷത്തിനുമെതിരെയുള്ള ഏത് ആക്രമണത്തെയും നേരിടാൻ താനും തന്റെ പാർട്ടിയും തയ്യാറാണെന്നും അൻവർ FB പോസ്റ്റിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. KPCCയുടെ നേതൃത്വത്തിൽ ലക്ഷ്യ ലീഡർഷിപ്പ് ക്യാമ്പിന് വയനാട് ബത്തേരിയിൽ തുടക്കം. 2 ദിവസത്തെ ക്യാമ്പാണ് നടക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളാണ് പ്രധാന അജണ്ട. ആദ്യ ദിവസമായ ഇന്ന് ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ചർച്ചയാണ് പ്രധാനമായും നടന്നത്. കേരളത്തെ 3ആയി തരംതിരിച്ചുള്ള ചർച്ചയാണുണ്ടായത്. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ വിജയത്തിന്റെ വിലയിരുത്തൽ പ്രധാനമായും ചർച്ചയായി. ഒപ്പം പരാജയപ്പെട്ട മേഖലകളിൽ മാറ്റേണ്ട കാര്യങ്ങളും ചർച്ച ചെയ്തു. ഇതിനിടെ വിമർശനങ്ങളും ഉയർന്നു വന്നു. എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകളിലെ വിമർശനങ്ങൾ ചർച്ചയായി. ദീപ്തി മേരി വർഗീസ് രൂക്ഷ വിമർശനമാണ് ഇന്ന് ഉന്നയിച്ചത്. കോർപ്പറേഷനിൽ മേയർ പദവി നൽകാത്തതിൽ അതൃപ്തി അറിയിച്ചു. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് തന്നെ ഒഴിവാക്കിയതെന്ന് ദീപ്തി മേരി വർഗീസ് ചർച്ചയിൽ തുറന്നടിച്ചു. ജയസാധ്യത മാത്രമായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലെ മാനദണ്ഡമെന്ന് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. രാഷ്ട്രീയ എതിരാളികൾക്ക് ആയുധം കൊടുക്കുന്ന പ്രതികരണങ്ങൾ ഉണ്ടാകരുതെന്നും KC മുന്നറിയിപ്പ് നൽകി. ആദ്യഘട്ട സ്ഥാനാർത്ഥികളുടെ ചിത്രം അടുത്ത മാസം വ്യക്തമാകും. നിയമസഭാ തിരഞ്ഞെടുപ്പ് മുൻനിർത്തി ഫെബ്രുവരിയിൽ പ്രതിപക്ഷ നേതാവിന്റെ കേരള യാത്ര നടക്കും. സ്ഥാനാർത്ഥികളും യാത്രയിൽ വേദിയാകും. ലക്ഷ്യ ക്യാമ്പിൽ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലുവും പങ്കെടുക്കുന്നുണ്ട്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA യുടെ അധ്യക്ഷതയിൽ സുൽത്താൻ ബത്തേരിയിലുള്ള സപ്ത കൺവെൻഷൻ സെന്ററിലാണ് 2 ദിവസത്തെ ക്യാമ്പ് നടക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായും സമാനമായ രീതിയിൽ സുൽത്താൻ ബത്തേരിയിൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. അന്നെടുത്ത തീരുമാനങ്ങളും നീക്കങ്ങളും തെരഞ്ഞെടുപ്പ് വിജയത്തിൽ നിർണായകവുമായി. ഈ സാഹചര്യത്തിലാണ് വയനാട്ടിൽ തന്നെ വീണ്ടും ക്യാമ്പ് സംഘടിപ്പിക്കാൻ നേതൃത്വം തീരുമാനിച്ചത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. 100 സീറ്റാണ് UDFന്റെ ലക്ഷ്യമെന്നും സാധാരണ പ്രവർത്തകരെ നിരാശപ്പെടുത്തുന്ന ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഉണ്ടാകരുതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. PM ശ്രീയിൽ ഉൾപ്പെടെ BJP CPM കൂട്ടുകച്ചവടമാണ് നടക്കുന്നത്. ആ കൂട്ടുകെട്ട് ജനം തിരിച്ചറിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേതാക്കൾക്കുള്ള ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം KC വേണുഗോപാൽ പങ്കുവച്ചു. 4 മാസക്കാലത്തേക്ക് ജാഗ്രത, ഉത്തിഷ്ഠത, ജാഗ്രത. ഒരു കാരണവശാലും രാഷ്ട്രീയ എതിരാളികളുടെ കയ്യിൽ ആയുധം കൊടുക്കുന്ന ഒരു വരികളിലേക്കും നമുക്ക് പോകും. സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. ആർക്കും ആഗ്രഹം തെറ്റൊന്നുമില്ല. പാർട്ടിയിൽ 10, 30, 40 കൊല്ലം അല്ലെങ്കിൽ 10, 15 കൊല്ലം പ്രവർത്തിച്ചാൽ ഇലക്ഷൻ വരുമ്പോൾ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഭാഗമാകണമെന്ന് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമല്ലേ? അതിലെന്താ തെറ്റ്? പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ, AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങൾ, മുൻ KPCC പ്രസിഡന്റുമാർ തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. വിലക്കയറ്റം, ഭരണസ്തംഭനം, സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങൾക്ക് അന്തിമ രൂപം നൽകും. ദേശീയ സംസ്ഥാന തലത്തിലെ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളിൽ വിശദമായ ചർച്ച നടത്തുന്നതോടൊപ്പം സംഘടനാ വിഷയങ്ങളും യോഗം വിശദമായി ചർച്ച ചെയ്യും. നാളെ വൈകിട്ട് ക്യാമ്പ് അവസാനിക്കും. അമൃത ന്യൂസ്, വയനാട്. കോഴിക്കോട് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ആരൊക്കെയെന്ന് ചോദ്യമുയരുമ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നാദാപുരത്ത് മത്സര രംഗത്തുണ്ടാകുമെന്നാണ് സൂചന. അഡ്വക്കേറ്റ് പ്രവീൺ കുമാറും KM അഭിജിത്തും VT സൂരജും സാധ്യതാ പട്ടികയിലുണ്ട്. അതിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊരുങ്ങുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ നാദാപുരം നിയോജക മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിന് MLA-മാരില്ല. ഇത്തവണ മികച്ച സ്ഥാനാർത്ഥികളെ ഇറക്കി കളം പിടിക്കാൻ കോൺഗ്രസിൽ അണിയറ ചർച്ചകൾ സജീവമായിട്ടുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പേര് സജീവ പരിഗണനയിലുണ്ട്. മുല്ലപ്പള്ളി കണ്ണൂരിൽ മത്സരിക്കണമെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ ആവശ്യം. മുല്ലപ്പള്ളി നാദാപുരത്ത് നിന്നാൽ വിജയിപ്പിക്കാമെന്നാണ് മുസ്ലിം ലീഗ് പ്രാദേശിക നേതൃത്വത്തിന്റെ ഉറപ്പ്. നാദാപുരത്ത് മുൻ KSU അധ്യക്ഷൻ KM അഭിജിത്തിന്റെയും പേരുണ്ട്. 80 പിന്നിട്ട മുല്ലപ്പള്ളിയെ മത്സരിപ്പിക്കുന്നതിനെതിരെ ചിലയിടത്ത് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. കൊയിലാണ്ടി മണ്ഡലത്തിൽ ഇത്തവണ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാറിനാണ് സാധ്യത. പ്രവീൺ കുമാർ മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു. കോഴിക്കോട് നോർത്തിൽ KPCC ജനറൽ സെക്രട്ടറിയും K സുധാകരന്റെ അടുത്ത അനുയായിയുമായ K ജയന്തിന്റെ പേരുണ്ട്. ബാലുശ്ശേരിയിൽ KSU ജില്ലാ പ്രസിഡന്റ് VT സൂരജിന്റെയും എലത്തൂരിൽ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ നേതാവായ വിദ്യാ ബാലകൃഷ്ണന്റെയും പേര് ഗണിക്കാൻ സാധ്യതയേറെയാണ്. S വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്.
സ്ഥാനാർത്ഥി നിർണയത്തിൽ വിജയസാധ്യതയാണ് UDF പരിഗണിക്കുന്നത് എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. നേതൃക്യാമ്പിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ചയാകും. ശേഷം ലീഗ് അടക്കമുള്ള കക്ഷികളുമായി സീറ്റ് വിഭജനം സംബന്ധിച്ച് ചർച്ച നടത്തും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 53% യുവാക്കളെയും സ്ത്രീകളെയും പാർട്ടി പരിഗണിച്ചിരുന്നു. യുവാക്കളെ പരിഗണിക്കുന്നു എന്നതിനർത്ഥം മുതിർന്ന ആളുകളെ മാറ്റി നിർത്തുന്നു എന്നല്ലെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. ഇന്നത്തെ ക്യാമ്പിൻ്റെ ലക്ഷ്യം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെ സംബന്ധിച്ചാണ്. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോൺഗ്രസിനൊരു ഒരു രീതിയുണ്ട്. ആ രീതിയിൽ നമുക്ക് ചെയ്യാം. ഇപ്പം സ്ക്രീനിങ് കമ്മിറ്റി അനൗൺസ് ചെയ്തു. അപ്പോൾ അങ്ങനെ അതിനനുസരിച്ച് ഇന്നത്തെ ഒരു രീതിയുണ്ട്. ഏതായാലും കഴിഞ്ഞ UDF യോഗം തീരുമാനിച്ചത് 20-ാം തീയതിക്ക് മുമ്പ് സീറ്റ് വിഭജനം പൂർത്തിയാക്കണമെന്നാണ്. UDF ഘടകകക്ഷികളുടെ അത് വൈകാതെ ഞങ്ങൾ പൂർത്തിയാക്കും. ഈ സീനിയർ നേതാക്കൾ പലരും മത്സര സ്ഥാനാർത്ഥി ഇപ്പം മുല്ലപ്പള്ളി ശ്രീ അദ്ദേഹം പക്ഷേ വലിയ തോതിൽ പ്രതിഷേധവും ആ ഭാഗത്ത് ഉയരുന്നുണ്ട്. അദ്ദേഹത്തിന് സീനിയർ നേതാക്കൾ കൂടി ഉണ്ടാവുമോ? ഒരു കാര്യം വളരെ വ്യക്തമാണ്. വിജയസാധ്യതയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടി സ്വീകരിക്കേണ്ടത്. വിജയസാധ്യതയാണ്. ഇതിനിടെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നും ഏറ്റെടുക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്തെത്തി. 25 വർഷമായി റോഷി അഗസ്റ്റിൻ വിജയിക്കുന്ന മണ്ഡലം പിടിച്ചെടുക്കാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കഴിയൂ എന്നാണ് ഇവരുടെ പക്ഷം. 1977 ഇടുക്കി നിയമസഭാ മണ്ഡലം രൂപീകരിച്ചത്. അതിനുശേഷം 2 തവണയൊഴികെ UDFൽ കേരള കോൺഗ്രസ് ആണ് ഇടുക്കി സീറ്റിൽ മത്സരിക്കുന്നത്. മണ്ഡലം രൂപീകരിച്ച ശേഷം ഇതുവരെ 2 തെരഞ്ഞെടുപ്പുകളിൽ മാത്രമാണ് LDFന് വിജയിക്കാൻ കഴിഞ്ഞതും. 1996 ജനതാദളിന്റെ PP സുലൈമാൻ റാവുത്തർ കേരള കോൺഗ്രസ് എമ്മിലെ ജോയി വെട്ടിക്കുഴിയെ പരാജയപ്പെടുത്തി. 2001 മുതൽ റോഷി അഗസ്റ്റിനാണ് ഇടുക്കിയുടെ ജനപ്രതിനിധി. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് മാണി വിഭാഗം LDFലെത്തിയതോടെ റോഷി ഇടത് MLAയും പിന്നീട് മന്ത്രിയുമായി. മാണി വിഭാഗം UDF വിട്ടതോടെ ഇടുക്കി സീറ്റിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ് മത്സരിക്കുന്നത്. എന്നാൽ ഇത്തവണ ഈ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കുന്നതാണ് വിജയിക്കാൻ കൂടുതൽ എളുപ്പം എന്നുള്ള ഒരു അഭിപ്രായം ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി KPCC നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന ആളിനെ പരാജയപ്പെടുത്താൻ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ഇടുക്കി നിയമസഭാ മണ്ഡലത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും കട്ടപ്പന നഗരസഭയും കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. അതിനാൽ ഇടുക്കി സീറ്റ് കോൺഗ്രസിന് ലഭിച്ചാൽ വിജയസാധ്യത കൂടുതലാണെന്നാണ് നേതാക്കളുടെ അഭിപ്രായം. എന്നാൽ ഇടുക്കി വിട്ടുകൊടുക്കാൻ ജോസഫ് വിഭാഗം തയ്യാറാകുമോ എന്ന് കണ്ടറിയണം. അമൃത ന്യൂസ്, ഇടുക്കി. മുഖ്യമന്ത്രി മതസ്പർദ്ധ വളർത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. വെള്ളാപ്പള്ളിയുടെ പരാമർശവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. തിരുത്തിയില്ലെങ്കിൽ വെള്ളാപ്പള്ളി തിരുത്തേണ്ട എന്നും സമൂഹത്തിൽ മതനിരപേക്ഷ നിലപാടാണ് ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയാണ് ഓരോ തിരഞ്ഞെടുപ്പിലും ഓരോ വർഗീയതയെ താലോലിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ തോറ്റ ശേഷം ഇനി വർഗീയ നിലപാടാണ് നല്ലതെന്ന അവസ്ഥയിലാണ് സർക്കാരെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ശേഷം ഇനി തീവ്ര വർഗീയ നിലപാടുകൾ സ്വീകരിക്കുന്നതാണ് നല്ലത് എന്നാണ് CPM കരുതുന്നത്. അത് അബദ്ധമാണ്. അങ്ങനെയൊന്നും കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾക്ക് വിലക്കെടുക്കാൻ കഴിയില്ല. കേരളത്തിലെ ജനത മതേതര നിലപാടുള്ള ജനതയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും UDFനെ പിന്തുണച്ചത്. വരാൻ പോകുന്ന VD സതീഷിനെതിരെയുള്ള ആരോപണത്തിൽ കഴമ്പില്ലെന്ന് സർക്കാരിന് അറിയാവുന്നതാണെന്ന് ഷാഫി പറമ്പിൽ MP. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മുന്നോട്ട് പോകുമെന്ന് PC വിഷ്ണുനാഥ് പറയുന്നു. സർക്കാരിനെതിരെയുള്ള ജനവിരുദ്ധ നിലപാടിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന് AP അനിൽകുമാർ പറഞ്ഞു. പ്രതികരണങ്ങൾ നോക്കാം. അതന്നെയാണല്ലോ ഞങ്ങൾ കാലത്ത് പറഞ്ഞത്. കഴമ്പില്ല എന്നുള്ളത് അറിയാവുന്നതാണല്ലോ. സർക്കാരിനും അറിയാം, സർക്കാരിന് നേതൃത്വം നൽകുന്നവർക്കൊക്കെ അറിയാം അതിൽ കഴമ്പില്ലാത്ത കാര്യം വെച്ചിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഈ സമയത്ത് എന്തെങ്കിലും ഒരു ഇളക്കം ഉണ്ടാക്കുക. ഞാനൊരു കാര്യം പറയാം, ഇതുകൊണ്ടൊന്നും സർക്കാർ പുനർജനിക്കുമെന്ന് അവർ കരുതേണ്ടതില്ല. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഒരു ഭരണമാറ്റം, ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ 2026 കേരളത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന ആത്മവിശ്വാസം ഒന്നാം ദിന ചർച്ചകൾ കഴിയുമ്പോൾ ഞങ്ങൾക്കുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ആത്മവിശ്വാസമാണ് ഉള്ളത്. പാർട്ടി എല്ലായിടത്തും ഒറ്റക്കെട്ടായി പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്.
കോൺഗ്രസ് മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം ഉൾക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ഊർജ്ജമാക്കാൻ തുടങ്ങി BJPയും. പ്രധാന മണ്ഡലങ്ങളിലെ BJP സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിച്ച് കളം പിടിക്കാനാണ് നീക്കം. 35ഓളം മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. കഴക്കൂട്ടത്ത് മുരളീധരനും കായംകുളത്ത് ശോഭാ സുരേന്ദ്രനും നേമത്ത് രാജീവ് ചന്ദ്രശേഖറും മത്സരിച്ചേക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വോട്ട് നേടാനായില്ലെന്നും ഹിന്ദു വോട്ടുകൾ നഷ്ടമായെന്നും BJPയുടെ വിലയിരുത്തലുണ്ട്. അമിത്ഷാ സംസ്ഥാനത്ത് എത്തുന്നതോടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപമാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയാകാനുള്ള ഒരുക്കങ്ങളിലാണ് BJP. കഴിഞ്ഞ ദിവസം ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലെ പ്രധാന ചർച്ചയും ഇതുതന്നെയായിരുന്നു. BJPക്ക് 30,000-നും 60,000-നും ഇടയിൽ വോട്ട് ലഭിച്ച 35 മണ്ഡലങ്ങളിൽ ശ്രദ്ധയൂന്നിയാകും പ്രവർത്തനം. ഇവിടങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയവും അവസാന ഘട്ടത്തിലാണ്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, കഴക്കൂട്ടത്ത് V മുരളീധരൻ, കായംകുളം ശോഭാ സുരേന്ദ്രൻ തുടങ്ങി 35 മണ്ഡലങ്ങളിലെയും പ്രാഥമിക പട്ടിക തയ്യാറായി കഴിഞ്ഞു. 11-ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തലസ്ഥാനത്ത് എത്തുന്നതോടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുങ്ങും. ഉടൻ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണം ആരംഭിക്കാനാണ് നീക്കം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച രീതിയിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് വോട്ട് ലഭിച്ചില്ലെന്നാണ് കോർ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ക്രിസ്ത്യൻ വോട്ട് അനുകൂലമാക്കാനുള്ള ശ്രമം തുടരും. സ്ഥാനാർത്ഥി പട്ടികയിലും ഇത് ദൃശ്യമാകും. ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചരണായുധമാക്കാത്തത് തിരിച്ചടിയായെന്നും യോഗം വിലയിരുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികൾക്കുമെതിരെ ശബരിമല സ്വർണ്ണക്കൊള്ള ആയുധമാക്കും. ശബരിമലയിൽ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലും നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തി BJPയുടെ കേരളത്തിന്റെ ചുമതലയുള്ള നേതാവ് പ്രകാശ് ജാവദേക്കർ. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പരാമർശങ്ങൾ രാഷ്ട്രീയ വിവാദമായി കത്തി നിൽക്കുന്നതിനിടയിലാണ് ജാവദേക്കർ വെള്ളാപ്പള്ളിയെ കണിച്ചുകുളങ്ങരയിലെ വീട്ടിലെത്തി കണ്ടത്. മലപ്പുറവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിനെതിരെ വെള്ളാപ്പള്ളി നിരന്തരം നടത്തുന്ന വർഗീയ പരാമർശങ്ങൾക്കെതിരെ വലിയ വിമർശനം ഉയരുന്നതിനിടെയാണ് വെള്ളാപ്പള്ളിയെ കൂടെ കൂട്ടാനുള്ള BJPയുടെ നീക്കം. വെള്ളാപ്പള്ളിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുപ്പം തുടരുമ്പോഴും വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളെ ഇതുവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല. വെള്ളാപ്പള്ളിക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ ഉയരുന്ന വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ BJP ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ജാവദേക്കറുടെ വെള്ളാപ്പള്ളിയുമായുള്ള കൂടിക്കാഴ്ച. അതേസമയം കൂടിക്കാഴ്ച രാഷ്ട്രീയപരമല്ല എന്നും തികച്ചും സ്വകാര്യം മാത്രമാണെന്നും ജാവദേക്കർ പറഞ്ഞു. We had always good pleasant talks, family talks also, and therefore nothing political practically. But one thing I must tell you, that what has happened in Thiruvananthapuram, തുഷാർ വെള്ളാപ്പള്ളിയും BDJS-ഉം NDAയുടെ ഘടകകക്ഷിയായി നിൽക്കുമ്പോഴും BDJS-ഉമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വെള്ളാപ്പള്ളി പ്രതികരിക്കാതെ ഒഴിഞ്ഞുമാറുകയാണ് പതിവ്. എന്നാൽ BJP നേതാക്കളുമായി വെള്ളാപ്പള്ളി സൗഹൃദം പുലർത്തി വരുന്നുണ്ട്. ഇത് കണക്കിലെടുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വെള്ളാപ്പള്ളിയെ കൂടെ കൂട്ടിയാൽ രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാമെന്ന തിരിച്ചറിവാണ് BJP നേതൃത്വത്തിനുള്ളത്. അമൃത ന്യൂസ്, ആലപ്പുഴ. വെള്ളാപ്പള്ളിക്കെതിരെ സമസ്ത കാന്തപുരം വിഭാഗം വെള്ളാപ്പള്ളി വിഷയത്തിൽ ഇനി മറുപടി പറയേണ്ടത് സർക്കാരാണെന്നും വെള്ളാപ്പള്ളിയെ തിരുത്താൻ സർക്കാർ തയ്യാറാകണമെന്നും സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി പറഞ്ഞു. വിഷം ചീറ്റുന്ന പ്രസ്താവനകൾ ആരും അംഗീകരിക്കില്ല. ക്രമസമാധാന പ്രശ്നമായി കണ്ട് സർക്കാർ നടപടികൾ എടുക്കണം. വെള്ളാപ്പള്ളിയുടെ സമീപനം ശരിയല്ല എന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. സർക്കാരാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം കാലം അത്രയും നേടിയെടുത്ത ഏറ്റവും വലിയ ഒരു സൽപ്പേരാണ് മതസൗഹാർദ്ദം, ഒത്തൊരുമ, കൂട്ടായ്മ, വിഭാഗീയതയും വർഗീയതയും നിർമ്മാർജ്ജനം ചെയ്യുക എന്ന്. ഇനി ആ വിഭാഗീയതയും വർഗീയതയും സംസ്ഥാന സർക്കാരിന്റെ അവസാന ബജറ്റാണ് ഇനി വരാനിരിക്കുന്നത്. സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടുള്ള ബജറ്റാകും ഇക്കുറി അവതരിപ്പിക്കുക എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ക്ഷേമ പെൻഷൻ വീണ്ടും വർദ്ധിപ്പിക്കുമോ എന്ന ചോദ്യം തള്ളിയില്ല. അതേസമയം കേരളത്തിൽ ക്ഷേമ പെൻഷൻ 2000 രൂപ വർദ്ധിപ്പിച്ചത് ഉൾപ്പെടെയുള്ള ജനക്ഷേമ പദ്ധതികൾ തടസ്സപ്പെടുത്താൻ കേന്ദ്രത്തിൽ നിന്നും രാഷ്ട്രീയ നീക്കം നടക്കുന്നതായും ധനമന്ത്രി ആരോപിച്ചു. ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി രാജ്യം മാറിയെന്ന പ്രഖ്യാപനത്തെ വിമർശിച്ച ധനമന്ത്രി രാജ്യം ഇപ്പോൾ സാമ്പത്തികമായി ഏറെ മോശപ്പെട്ട അവസ്ഥയിലാണ് പോകുന്നതെന്നും ചൂണ്ടിക്കാട്ടുന്നു. അമൃത TVയുടെ വാക്ക് മറുവാക്കിൽ സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ഒരു സർക്കാർ അവതരിപ്പിക്കുന്ന അവസാന ബജറ്റ് എത്രത്തോളം ജനകീയമാകുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. 3 മാസം മാത്രം സർക്കാരിന് കാലാവധിയുള്ളപ്പോൾ വോട്ട് ഓൺ അക്കൗണ്ട് ആകുമോ, സമ്പൂർണ്ണ ബജറ്റ് ആകുമോ എന്നതും മറ്റൊരു ചോദ്യം. പക്ഷേ സാധാരണക്കാരന്റെ ജീവിത പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടുള്ള ബജറ്റാകും ഇക്കുറി അവതരിപ്പിക്കുകയെന്ന്
ധനമന്ത്രി ഉറപ്പിച്ചു പറയുന്നു. ക്ഷേമ പെൻഷൻ വീണ്ടും വർദ്ധിപ്പിക്കുമോ എന്ന ചോദ്യം തള്ളാനും ധനമന്ത്രി തയ്യാറാകുന്നില്ല. അതേസമയം വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ജനക്ഷേമ പദ്ധതികൾ തടസ്സപ്പെടുത്താൻ കേന്ദ്രത്തിൽ നിന്ന് രാഷ്ട്രീയ നീക്കം നടക്കുന്നതായി ധനമന്ത്രി ആരോപിക്കുന്നു. സാമൂഹ്യക്ഷേമ പെൻഷനൊക്കെ 1000 രൂപ സ്ത്രീകൾക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന പദ്ധതി അനൗൺസ് ചെയ്തതോടുകൂടി DAയും മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ വീണ്ടും പ്രഖ്യാപിച്ചല്ലോ. ഇതോടുകൂടി ഇതിനെങ്ങനെ ഒരു തടസ്സം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്, രാഷ്ട്രീയമായിട്ടാണ്. ഇപ്പോൾ കേരളത്തിൽ 13-ാം തീയതി തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് വന്നു. അതിനടുത്ത ദിവസങ്ങളിൽ തന്നെയാണ് സെൻട്രൽ ഗവൺമെൻറ് ഇത് കട്ട് ചെയ്യാനുള്ള തീരുമാനം വന്നത്. അപ്പോൾ അത് ജനങ്ങളുടെ അടുത്ത് പറയേണ്ടതുണ്ട്. കേന്ദ്രത്തിനോട് ഒരു തരത്തിലും രാഷ്ട്രീയമായി കോംപ്രമൈസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് അല്ല കേരളം. എന്നാൽ ക്ഷേമ പദ്ധതികളൊന്നും തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാത്തതും ധനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. ഞങ്ങളുടെ ഭാഗത്ത് എല്ലാം ശരിയാണെന്നൊന്നും അല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് അവർ കരുതുകയാണെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ച് കറക്റ്റ് ചെയ്യും. കാരണം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ നിൽക്കുന്ന പാർട്ടിയാണ്. ആ പാർട്ടി എന്ന നിലയിൽ വ്യക്തിപരമായി കുറച്ച് ആളുകളുടെ ഈ ചില സ്ഥാനങ്ങൾ മാത്രമൊന്നും അല്ല ഈ പാർട്ടി പ്രവർത്തനത്തിനും രാഷ്ട്രീയ പ്രവർത്തനത്തിനും ഭാഗം. രാജ്യം ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയെന്ന പ്രഖ്യാപനത്തെ തള്ളുകയാണ് ധനമന്ത്രി. ജപ്പാന്റെ 10 ഇരട്ടി ജനസംഖ്യയുള്ള ഒരു രാജ്യത്തിന് 1000 രൂപ വർദ്ധിച്ചാൽ എങ്ങനെ സാമ്പത്തിക ശക്തിയാകുമെന്ന് ധനമന്ത്രി ചോദിക്കുന്നു. നമുക്ക് പുറത്തൊക്കെ പറയാം ഇന്ത്യ ആകെ സാമ്പത്തികമായി മുന്നോട്ട് വന്നു. സാമ്പത്തികമായി വല്ലാത്തൊരു മോശപ്പെട്ട അവസ്ഥയിലേക്ക് തന്നെയാണ് ഇന്ത്യ പോകുന്നത്. ജപ്പാൻ്റെ എത്രയോ മടങ്ങ് ജനങ്ങളുള്ള സ്ഥലത്ത് ജപ്പാനേക്കാളും 1000 രൂപ അധികമായി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെ നോക്കുമ്പോൾ ശരിയാണ്. പക്ഷേ ഇത്രയും വലിയൊരു രാജ്യത്തെ ജനങ്ങളുടെ ജീവിതമാണല്ലോ നമ്മൾ നോക്കണ്ടേ. 16ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകളിൽ കേരളത്തിന് അനുകൂലമായ റിപ്പോർട്ടുണ്ടാകുമെന്ന തികഞ്ഞ പ്രതീക്ഷയും ധനമന്ത്രി കൈവിടുന്നില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുൻമന്ത്രി ആന്റണി രാജുവിനെ കോടതി ശിക്ഷിച്ചതോടെ അദ്ദേഹത്തിന്റെ മണ്ഡലമായ തിരുവനന്തപുരം സെൻട്രൽ ജനാധിപത്യ കേരള കോൺഗ്രസിൽ നിന്നും ഏറ്റെടുക്കാനൊരുങ്ങി CPM. അതേസമയം 1 മാസത്തിനുള്ളിൽ മേൽക്കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങി അയോഗ്യത നീക്കി മത്സരിക്കാൻ തന്നെയാണ് ആന്റണി രാജുവും ശ്രമിക്കുന്നത്. ലത്തീൻ സഭയുടെ പിന്തുണ ഉറപ്പാക്കി CPMുമായി ചർച്ച നടത്താനാണ് നീക്കം. മറുഭാഗത്ത് KS ശബരിനാഥിനെയോ VS ശിവകുമാറിനെയോ അല്ലെങ്കിൽ ഘടകകക്ഷിയായ CP ജോണിനെയോ കളത്തിലിറക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. കോർപ്പറേഷന്റെ ഭരണ സ്വാധീനത്തിൽ കരുത്തനെ കളത്തിലിറക്കി ബലപരീക്ഷ BJPയും തയ്യാറെടുക്കുന്നു. തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജുവിനെ ശിക്ഷിച്ചതോടെ നിയമസഭാ മണ്ഡലമായ തിരുവനന്തപുരം സെൻട്രലിനെ ലക്ഷ്യമിട്ട് ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ജനാധിപത്യ കേരള കോൺഗ്രസിൽ നിന്നും സീറ്റ് ഏറ്റെടുക്കാൻ CPM നീക്കം തുടങ്ങി. എന്നാൽ അതിനെ തുടക്കത്തിലെ തടയിടുകയാണ് ആന്റണി രാജു. മേൽക്കോടതിയിൽ നിന്നും 1 മാസത്തിനുള്ളിൽ സ്റ്റേ വാങ്ങി അയോഗ്യത നീക്കി വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതകൾ തേടുകയാണ്. ലത്തീൻ സഭയുടെ പിന്തുണ ഉറപ്പിച്ച ശേഷം CPM നേതാക്കളുമായി ചർച്ച ചെയ്യാനാണ് നീക്കം. കോടതി വിധി സ്റ്റേ ചെയ്താൽ പോലും CPM അനുവദിച്ചാൽ മാത്രമേ വീണ്ടും മത്സരിക്കാനാവുകയുള്ളൂ. ഇക്കാര്യത്തിൽ ലത്തീൻ സഭയുടെ നിർണായക ഇടപെടലുണ്ടായാൽ CPMുമായുള്ള ചർച്ചകൾ വിജയിക്കുമെന്നാണ് ആന്റണി രാജുവിന്റെ കണക്കുകൂട്ടൽ. CPM വഴങ്ങിയില്ല എങ്കിൽ ലത്തീൻ സമുദായത്തിൽ നിന്നുള്ള മികച്ച സ്ഥാനാർത്ഥിയെ തന്റെ പാർട്ടിയിൽ നിന്നും മത്സരിപ്പിക്കാനാകുമെന്നാണ് ആന്റണി രാജുവിന്റെ വാദം. എന്നാൽ സീറ്റ് പിടിച്ചെടുക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPM. അതേസമയം കോൺഗ്രസിനുള്ളിൽ KS ശബരിനാഥിനെയോ മുൻമന്ത്രി VS ശിവകുമാറിനെയോ മത്സരിപ്പിക്കാനുള്ള ചർച്ചകളാണ് നടക്കുന്നത്. എന്നാൽ ഘടകകക്ഷിയായ CP ജോണിനെ കളത്തിലിറക്കി ക്രൈസ്തവ സ്വാധീനമുള്ള മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. BJPക്ക് സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം സെൻട്രൽ. കോർപ്പറേഷൻ പിടിച്ചെടുത്ത നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതീക്ഷ BJPയും കൈവിടുന്നില്ല. കരുത്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അട്ടിമറിയുണ്ടാകുമെന്ന് തന്നെയാണ് BJPയുടെയും കണക്കുകൂട്ടൽ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയെ അമേരിക്ക പിടികൂടിയതിന് പിന്നാലെയുള്ള രാഷ്ട്രീയ സാഹചര്യത്തിലും സംഘർഷങ്ങളിലും ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. വെനസ്വേലയിലെ സംഭവ വികാസങ്ങൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും വെനസ്വേലയിലെ ജനതയ്ക്കൊപ്പമാണ് ഇന്ത്യയെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. മദൂറോയും ഭാര്യയും ബ്രൂക്ലിൻ തടവറയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇരുവരെയും ചോദ്യം ചെയ്തു വരുന്നു. കൈവിലങ്ങ് ഇട്ടുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും ഇതിനിടെ പുറത്തു വന്നിട്ടുണ്ട്. ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ് നടന്നു നീങ്ങുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ശരിയായ അധികാര കൈമാറ്റം പൂർത്തിയാകും വരെ വെനസ്വേല അമേരിക്ക ഭരിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പറഞ്ഞത്. അതേസമയം കൊളംബിയൻ പ്രസിഡന്റിന് മുന്നറിയിപ്പുമായി ട്രംപ് ഇന്ന് രംഗത്ത് വന്നു. കൊളംബിയയ്ക്ക് നേരെയും നടപടിയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പിലുള്ളത്. ട്രംപ് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയ്ക്ക് ആണ് ഈ മുന്നറിയിപ്പ് നൽകിയത്. അമേരിക്കയുടേത് അപകടകരമായ നീക്കമെന്ന് UN മേധാവി വ്യക്തമാക്കുന്നു.
വെനസ്വലയിലെ സംഭവ വികാസങ്ങൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും വെനസ്വലയിലെ ജനതയ്ക്കൊപ്പമാണ് ഇന്ത്യയെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിലും സംഘർഷങ്ങളിലും ഇന്ത്യ കടുത്ത ആശങ്കയും രേഖപ്പെടുത്തി. നിലവിലുള്ള പ്രശ്നങ്ങൾ സമാധാനപരമായ ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. നേരത്തെ വെനസ്വലയിലെ സംഘർഷ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൗരന്മാർക്ക് വിദേശകാര്യ മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അവിടുത്തെ ഇന്ത്യൻ എംബസി നിരന്തരം സമ്പർക്കത്തിലാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. അതിനിടെ ന്യൂയോർക്ക് ജയിൽ അധികൃതർക്ക് നടുവിലിരിക്കുന്ന വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയുടെ ചിത്രം പുറത്തുവന്നു. അമേരിക്കയുടെ പിടിയിലായിട്ടും അല്പം പോലും പതറാതെ ജയിൽ ഉദ്യോഗസ്ഥർക്കിടയിൽ ചെറുപുഞ്ചിരിയുമായി തംസപ്പ് മുദ്രയുമായി നിക്കോളാസ് മദുറോ ഇരിക്കുന്ന ചിത്രമാണ് പുറത്തുവന്നിട്ടുള്ളത്. ശനിയാഴ്ച നടന്ന സൈനിക നടപടിക്ക് പിന്നാലെ നിക്കോളാസ് മദുറോയും ഭാര്യയും പിടിയിലായിരുന്നു. രണ്ടുപേരെയും DEA ഹെഡ്ക്വാർട്ടേഴ്സിലേക്കും പിന്നീട് ഹെലികോപ്റ്റർ മാർഗം ബ്രൂക്സിനിലെ മെട്രോപൊളിറ്റൻ ഡിറ്റൻഷൻ സെന്ററിലും എത്തിക്കുകയായിരുന്നു. വിചാരണ നടപടികൾ പൂർത്തിയാകുന്നതുവരെ മദുറോയെ ഇവിടെ പാർപ്പിക്കുമെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. ശരിയായ അധികാര കൈമാറ്റം പൂർത്തിയാകും വരെ വെനസ്വേല അമേരിക്ക ഭരിക്കുമെന്നും എണ്ണ വിതരണ സംവിധാനം ശരിയാക്കിയെടുക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. വെനസ്വേലയിലെ സ്ഥിതിഗതികളും അമേരിക്കൻ നീക്കവും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. വെനസ്വേലയിൽ കടന്നുകയറി പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെ അമേരിക്ക പിടികൂടിയതിനു പിന്നാലെയുള്ള സാഹചര്യങ്ങളിൽ ലോകരാഷ്ട്രങ്ങളൊക്കെ തന്നെ ആശങ്കയിലാണ്. ആശങ്ക വ്യക്തമാക്കി ലിയോ 14 മാർപ്പാപ്പയും. വെനസ്വേലയൻ ജനതയുടെ നന്മയ്ക്കാകണം മറ്റെന്തിനേക്കാളും പരിഗണനയെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. വെനസ്വേലയുടെ പരമാധികാരം ഉറപ്പാക്കണമെന്നും നീതിയുടെയും സമാധാനത്തിന്റെയും വഴി തുറക്കണമെന്നും ലിയോ 14 മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പാർക്കിംഗ് ഏരിയയിൽ തീപിടുത്തമുണ്ടായത് ഇലക്ട്രിക്കൽ ലൈനിൽ നിന്നും തീപ്പൊരി വീണതെന്ന് പ്രാഥമിക നിഗമനം. 500-ലേറെ ബൈക്കുകളും പാളത്തിൽ കിടന്ന ട്രെയിൻ എഞ്ചിനുമാണ് കത്തിയത്. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ 2ാം ഗേറ്റിലുള്ള ബൈക്ക് പാർക്കിംഗ് കേന്ദ്രത്തിൽ രാവിലെ 6:30യോടെയാണ് തീ പടർന്നത്. പാർക്കിംഗ് ഫീസ് പിരിക്കാനിരുന്ന ജീവനക്കാരി മാത്രമായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. തീ പടർന്നതോടെ ഇവർ പുറത്തേക്ക് ഓടിയിറങ്ങി നാട്ടുകാരുടെ സഹായം തേടി. നാട്ടുകാർ തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും കാര്യങ്ങൾ പതിയെ നിയന്ത്രണം വിട്ടുപോവുകയായിരുന്നു. ബൈക്കുകളുടെ പെട്രോൾ ടാങ്ക് പൊട്ടിത്തെറിച്ചതോടെ വളരെ വേഗത്തിൽ അടുക്കിവെച്ചിരുന്ന മറ്റു ബൈക്കുകളിലേക്ക് തീ ആളിപ്പടർന്നു. തുടർന്ന് ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകളോളം പണിപ്പെട്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സംഭവത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടെന്നും അന്വേഷണം നടത്തുമെന്നും DGP അറിയിച്ചു. സംഭവത്തിൽ കോടികളുടെ നാശനഷ്ടമുണ്ടായതായാണ് നിഗമനം. അമൃത ന്യൂസ്, തൃശൂർ. മൂവാറ്റുപുഴ കടാതിയിൽ പള്ളിപ്പെരുന്നാളിന് വെടിക്കെട്ടിന് കതിന നിറയ്ക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ച അപകടം. ഒരാൾ മരിച്ചു. കടാതി സ്വദേശി രവിയാണ് മരിച്ചത്. രാവിലെ 8:45ഓടെയാണ് അപകടമുണ്ടായത്. മൃതദേഹം മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കായിക വാർത്തകൾ നോക്കാം. 2020 ലോകകപ്പിൽ ബംഗ്ലാദേശിന്റെ മത്സരങ്ങൾ ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിലേക്കും മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരണവുമായി BCCI. ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് മത്സരക്രമം മാറ്റാൻ പറ്റില്ലെന്നും എതിർ ടീമുകളെക്കുറിച്ചും ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ചിന്തിക്കണമെന്നും BCCI വ്യക്തമാക്കുന്നു. നേരത്തെ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മത്സരങ്ങൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ICCയെ സമീപിക്കാൻ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ഒരുങ്ങിയിരുന്നത്. IPLൽ നിന്നും ബംഗ്ലാദേശ് താരം മുസ്തഫിസുർ റഹ്മാനെ ഒഴിവാക്കിയതിനു പിന്നാലെയാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി രംഗത്തെത്തിയത്. ആഷസ് പരമ്പരയിലെ 5ാം ടെസ്റ്റിൽ ഇംഗ്ലണ്ട് മികച്ച നിലയിൽ. 1ാം ദിനം മത്സരം അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് 3 വിക്കറ്റ് നഷ്ടത്തിൽ 211 എന്ന നിലയിലാണ്. ജോ റൂട്ടും ഹാരി ബ്രൂക്കുമാണ് ക്രീസിൽ. റൂട്ട് 72 റൺസും ബ്രൂക്ക് 78 റൺസും എടുത്തിട്ടുണ്ട്. ടോസ് നേടി ബാറ്റിംഗിനെത്തിയ ഇംഗ്ലണ്ടിന്റെ തുടക്കം തകർച്ചയോടെയായിരുന്നു. 57 റൺസ് എടുക്കുന്നതിനിടെ 3 വിക്കറ്റ് നഷ്ടപ്പെട്ട ഇംഗ്ലണ്ടിനെ റൂട്ടും ബ്രൂക്കും ചേർന്ന് കരകയറ്റുകയായിരുന്നു. ബെൻ ഡക്കറ്റ്, സാക് ക്രൗളി, ജേക്കബ് ബെദൽ എന്നിവരുടെ വിക്കറ്റുകളാണ് ഇംഗ്ലണ്ടിന് നഷ്ടപ്പെട്ടത്. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി മിച്ചൽ സ്റ്റാർക്ക്, മൈക്കൽ നെസർ, സ്കോട്ട് ബോളണ്ട് എന്നിവർ ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി. മഴയും വെളിച്ചക്കുറവും മൂലം നേരത്തെ 1ാം ദിനത്തിലെ മത്സരം നേരത്തെ തന്നെ അവസാനിപ്പിക്കുകയായിരുന്നു.